ഗാസയെ സംബന്ധിച്ചുള്ള ട്രംപിൻ്റെ 20 പോയിന്റ് പ്ലാനിന് UN സെക്യൂരിറ്റി കൗൺസിലിൻ്റെ അംഗീകാരം ലഭിച്ചത് ഈ ദിവസങ്ങളിലാണ്. വാസ്തവത്തിൽ നമ്മൾ വിചാരിക്കുന്നതിലൊക്കെ വളരെ പ്രാധാന്യത്തോടെ ഈ വിഷയത്തെ ഇസ്രയേൽ സമീപിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. കാരണം അവരെ സംബന്ധിച്ച് ഒരു ജീവൻ മരണ പ്രശ്നമാണ്. പാലസ്റ്റീൻ സ്റ്റേറ്റിന് അംഗീകാരം കിട്ടുന്ന തരത്തിലുള്ള ഒരു വാക്ക് ഈ UN അംഗീകരിക്കുന്ന പ്രമേയത്തിൽ UN സെക്യൂരിറ്റി കൗൺസിലുള്ള പ്രമേയത്തിൽ ഉണ്ടാവുമോ എന്നുള്ളത് അവരെ സംബന്ധിച്ചൊരു വലിയ വിഷയമാണ്. അമേരിക്കയാണ് ഇത്തരത്തിലൊരു പ്രമേയം കൊണ്ടുവന്നതെങ്കിലും അമേരിക്കയുടെ മേലെ വലിയ തോതിൽ പ്രഷർ ചെലുത്തുവാൻ അറബ് രാജ്യങ്ങൾ കൂടെയുണ്ട്. അറബ് രാജ്യങ്ങളുടെ വലിയ താല്പര്യമാണ് പാലസ്റ്റീൻ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന സംഗതിയാണ്. അതിനിടയിലൂടെ ഈ അടുത്ത കാലത്തായി യൂറോപ്യൻ രാജ്യങ്ങളും ഈ പാലസ്റ്റീൻ എന്ന് പറയുന്ന ഈ സംഗതിക്ക് ഈ കാര്യത്തെ ഐഡന്റിഫൈ ചെയ്തുകൊണ്ടുള്ള ചില പ്രമേയങ്ങൾ പാസ്സാക്കുകയും ഒക്കെ ചെയ്തതായി നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ പാലസ്റ്റീനെ അംഗീകരിക്കുക എന്നുള്ളത്, പാലസ്റ്റീൻ രാജ്യം എന്നുള്ള കൺസെപ്റ്റിനെ അംഗീകരിക്കുക എന്നുള്ളത് യൂറോപ്പിലെ ചില രാജ്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേലിലെ 100% മനുഷ്യർക്കും അങ്ങനെ ഒരു കാര്യം അംഗീകരിക്കുന്നത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. കാരണം അവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു രാജ്യം അവരുടെ സമീപത്ത് വരികയാണെങ്കിൽ അത് തലയുടെ കീഴിൽ ഒരു ബോംബ് വെച്ച് ഉറങ്ങുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അത് അവരെ സംബന്ധിച്ചുള്ള അവരുടെ ഇത്രയും കാലത്തെ അനുഭവങ്ങളിൽ അവരുണ്ടാക്കണം. അപ്പം സ്വാഭാവികമായിട്ടും ഇസ്രായേലിലെ ഇത് വലിയ ഡിപ്ലോമാറ്റിക് മിഷനായിട്ട് അറബ് രാജ്യങ്ങളിലും US-ലും ഒരു വലിയ ഡിപ്ലോമാറ്റിക് പ്രഷർ ചെലുത്തുകയും അങ്ങനെ പാലസ്റ്റീൻ രാജ്യത്തിന്റെ ഫോർമേഷൻ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു ക്ലിയർ കട്ട് ഐഡിയ ഈ പ്രമേയത്തെ ഇല്ലാതാക്കുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. അപ്പൊ ഇതിനോടനുബന്ധിച്ച് ഈ ദിവസങ്ങളിലൊക്കെ ഹീബ്രു മീഡിയയിൽ വളരെ ഹീറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ് നടക്കുകയും ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു ലേഖനം, അതായത് യൂറോപ്യൻ രാജ്യങ്ങൾ എങ്ങനെ ഈ അടുത്ത കാലത്തായി ഈ പാലസ്റ്റീൻ രാജ്യത്തെ അംഗീകരിക്കുന്നതിൽ ഇത്രയധികം താല്പര്യമുള്ളവരായി എന്നതിനെ സംബന്ധിച്ചൊരു അനാലിസിസ് ഒരു ഹീബ്രു മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു സംഗതി. അത് നമ്മളുടെ നാടിനെ സംബന്ധിച്ച് വളരെ റിലവന്റ് ആണ് എന്നെനിക്ക് തോന്നുന്നു. കാരണം അവർ അതിനകത്ത് അനലൈസ് ചെയ്തിട്ടുള്ളത് ഇത് അവരുടെ മൊസാദ് അടക്കമുള്ള ചാര സംഘടനകളുടെ ഫൈൻഡിങ്സും ഒക്കെ ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ലേഖനമാണ്. എങ്ങനെയാണ് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന സാധനം ഒരു സോഫ്റ്റായ രീതിയിൽ ഒരു രാജ്യത്തിന്റെ മേലെ പിടിമുറുക്കുന്നത് എന്നാണ് അനാലിസിസിന്റെ ഭാഗം. അവർ ബോംബായിട്ട് പൊട്ടിത്തെറിക്കുന്നതും റൈസിന് വിഷം ഉണ്ടാക്കി കൊടുക്കുന്നതും സൈനൈഡ് വിഷം ആൾക്കാരുടെ വായിലിടുന്നതും ഭീകരപ്രവർത്തനം അത് ഒരു ഭാഗത്ത് നടക്കുന്ന കാര്യമാണ്. ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ആരും അറിയാതെ വളരെ സൈലന്റ് ആയിട്ട് ഒരു സമൂഹത്തിൽ പ്രവർത്തിച്ച് ഒരു രാജ്യത്തെ തന്നെ കീഴ്പ്പെടുത്തുവാൻ അവരുപയോഗിക്കുന്ന പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, അത് യൂറോപ്പിലാണെങ്കിലും ശരി, മറ്റേതെങ്കിലും സ്ഥലത്താണെങ്കിലും ശരി, ഇന്ത്യയിൽ ആകമാനമാണെങ്കിലും ശരി, കേരളത്തിലാണെങ്കിലും ശരി, ഒക്കെ ഒരേ മെത്തേഡാണ്. അപ്പൊ അവർ അനലൈസ് ചെയ്ത് കണ്ടുപിടിച്ച മെത്തേഡ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയിട്ടുള്ള സംഗതി, അവർ ഭൂരിപക്ഷമില്ലാത്തൊരു രാജ്യത്ത്, അവർ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ പിന്നെ അവിടെ ശരിയത്താണ്, അതിനെ സംബന്ധിച്ച് വേറെ ചോദ്യമൊന്നുമില്ല. അവർ ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു സ്ഥലത്ത് പതുക്കെ അവരെങ്ങനെയാണ് ഇതിനെ സംബന്ധിച്ച് പിടിമുറുക്കുക എന്നുള്ളതാണ്. അവരാദ്യം ചെയ്യുന്നത് അവിടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി മറ്റ് സാധാരണ പൊളിറ്റിക്കൽ പാർട്ടികൾ പോലെ ലേബർ പാർട്ടിയോ അല്ലെ കൺസർവേറ്റീവ് പാർട്ടിയോ ഇതൊക്കെയാണ് സാധാരണ പാർട്ടികളെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ലെഫ്റ്റ് വിങ് പാർട്ടി, ഒരു റൈറ്റ് വിങ് പാർട്ടി, ഇതൊക്കെ ഡെമോക്രാറ്റിക് പാർട്ടികളാണ്. അതുപോലെ തന്നെ ഒരു പാർട്ടി അവരുടേതായിട്ടുണ്ടാവും. അതായത് മുസ്ലിങ്ങളുടേത് മാത്രമായി ഒരു പാർട്ടി ഉണ്ടാവും. ആ പാർട്ടിയിൽ ഒരുപക്ഷെ മറ്റ് മതത്തിൽപ്പെട്ട ആളുകളെയും അവർ ചേർത്ത് വന്നു. കാരണം അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഒരിക്കൽ പോലും മതലക്ഷ്യങ്ങൾ ഉണ്ടാവുകയില്ല. അത് സാധാരണ ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിക്കും ഉള്ളതുപോലെയുള്ള ഒരു മുഖംമൂടിയായിരിക്കും അതിനകത്തുണ്ടായിരിക്കുക. അതിന്റെ ആത്യന്തികമായ ലക്ഷ്യം ശരീഅത്ത് തന്നെയാണ്, പക്ഷെ അതൊരിക്കലും പുറത്തേക്ക് പറയല. അതൊരു സാധാരണ ഡെമോക്രാറ്റിക് പാർട്ടി പോലെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഈ പാർട്ടി പ്രവർത്തനം നടത്തുമ്പോഴും ഇതിന് പാരലായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകൾ വേറെ ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെയുള്ള SDPI പോലെയുള്ള, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള, ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള സംഘടന. ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറയുന്ന ലോകത്ത് എല്ലായിടത്തും ഉള്ള സാധനമാണ്. ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന സാധനവും പാലസ്തീനിലുള്ള സാധനമാണ്. SDPIക്ക് കറസ്പോണ്ടിങ് ആയിട്ട് അതേ പേര് തന്നെയുള്ള സാധനം പാലസ്തീൻ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇത്തരം സംഘടനകള് ഏത് രാജ്യത്താണെങ്കിലും ഇവരെ ഈ രണ്ടാമത്തെ ഔട്ട്ഫിറ്റ് ഭീകര സംഘടന ഉണ്ട്. ഈ ഭീകര സംഘടന ഒരിക്കലും പൊളിറ്റിക്കൽ സർക്കിളിൽ അവർ ആക്റ്റീവ് ആയിരിക്കില്ല. നമ്മൾ കാണുന്ന ഒരു പൊളിറ്റിക്കൽ സംഘടന പോലെ, ഒരു പൊതുസംഘടന പോലെ അവർ പ്രവർത്തിക്കില്ല. അവർ എക്സ്ട്രീം സംഘടനകളായിരിക്കും, ഇസ്ലാമിസ്റ്റുകളായിരിക്കും. അവർ പ്രധാനമായിട്ട് ചെയ്യുന്നത് രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും പോക്കറ്റുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ ഒന്നിച്ച് ജീവിക്കുന്ന പ്രദേശം ഉണ്ടെങ്കിൽ ആ ഒന്നിച്ച് ജീവിക്കുന്ന പ്രദേശത്ത് നിന്ന് മുസ്ലിങ്ങളെ ചെറിയ ചെറിയ സംഘങ്ങളായിട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിയേറ്റം പ്രോത്സാഹിപ്പിക്കും. അങ്ങനെ രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തും ഇവരുടെ പോക്കറ്റുകൾ ഉണ്ടാക്കിയെടുക്കും. ആ പോക്കറ്റുകൾ ഒരു വോട്ട് ബാങ്കായി പ്രവർത്തിക്കും.
അപ്പൊ അത് ഏതൊരു ഇലക്ട്രൽ മണ്ഡലത്തിൽ നോക്കിയാലും അതിപ്പോ നമ്മുടെ നാട്ടിലെ പാർലമെന്റ് മണ്ഡലം, ലെജിസ്ലേറ്റീവ് മണ്ഡലം എന്നൊക്കെ പറയുന്നത് പോലുള്ള മണ്ഡലങ്ങളിലൊക്കെ അവരുടെ ചില പൊളിറ്റിക്കൽ സ്ട്രോങ് ഹോൾഡ്സ് ഉണ്ടാവും. അത് തൊഴിൽ ചെയ്യാനായി ആളുകളെ അവിടെ കൊണ്ട് പാർപ്പിച്ച് പതുക്കെ ആളുകളെ അവിടെ കൂട്ടി അത് ഇങ്ങനെ കുറേശ്ശെ വലുതാക്കി 100 വോട്ട്, 1000 വോട്ട്, 2000 വോട്ട്, അങ്ങനെ വോട്ട് വലുതാക്കിയെടുത്ത ശേഷം അവിടെ ജയിക്കാൻ സാധ്യതയുള്ള ഒരു കാൻഡിഡേറ്റ്, അത് ഏത് പാർട്ടിക്കാരനായിക്കൊള്ളട്ടെ, അവന് പിന്നെ ലേബർ പാർട്ടിയോ അല്ലെങ്കിൽ കൺസർവേറ്റീവ് പാർട്ടിയോ, അത് ഒരു വിഷയമുള്ള കാര്യമല്ല. ഏത് പാർട്ടിക്കാരനായാലും അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരനോ വലതുപക്ഷക്കാരനോ കോൺഗ്രസോ മാർക്സിസ്റ്റോ ആരോ ആയിക്കൊള്ളട്ടെ, അവനെ ഇവര് സഹായിക്കും. അത് കൃത്യമായിട്ട് ഓഫർ ചെയ്യും. ഞങ്ങളുടെ 1000 വോട്ട് അത് നിങ്ങൾക്ക് തന്നിരിക്കും. അപ്പൊ ഇവനെ സംബന്ധിച്ച് ഇപ്പം ഒരു 40,000 വോട്ട് കിട്ടിയാൽ ജയിക്കുന്ന ഒരു സ്ഥലമാണെന്ന് വിചാരിക്കുക. അവന് 39,000 വോട്ട് സമാഹരിക്കാൻ കഴിയുന്നുണ്ട്. പിന്നീട് അവന് ആവശ്യമുള്ളത് 1000 വോട്ടുകളാണ്. ഈ 1000 വോട്ടുകൾ അവനെ സംബന്ധിച്ചൊരു ജീവൻ മരണ പ്രശ്നമാണ്. ഈ 1000 വോട്ട് കിട്ടിയാൽ അവൻ തോറ്റുപോകും. അപ്പൊ ഈ 1000 വോട്ടുകൾ ഇവൻ ഓഫർ ചെയ്യുന്നു. അവൻ ജയിക്കുന്നു. ജയിച്ചു കഴിഞ്ഞാൽ ആരുടെ ബലത്തിൽ ജയിച്ചു? ഈ 39,000 വോട്ട് അവിടെ പിന്നെ പരിഗണിക്കപ്പെടുകയില്ല. ഇവൻ ജയിക്കാൻ ഉപയോഗിച്ച് ഈ 1000 വോട്ടുകൾ മാത്രമാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പം ഞങ്ങൾ നിന്നെ ജയിപ്പിച്ചു എന്ന ഒരു ബ്രാൻഡ് അവന്റെ മേലെ അടിച്ചേൽപ്പിക്കും. ഞങ്ങളില്ലാതെ നീ ജയിക്കുകയില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് നീ കേൾക്കണം. ഇത് ഏത് പാർട്ടിയിലാണെങ്കിലും, അത് ലെഫ്റ്റ് സൈഡിലെ പാർട്ടിയാണെങ്കിലും റൈറ്റ് സൈഡിലെ പാർട്ടിയാണെങ്കിലും മിഡിൽ സൈഡിലെ പാർട്ടിയാണെങ്കിലും അവർക്ക് അങ്ങനെ പാർട്ടിയൊന്നും പ്രശ്നമല്ല. ഏത് പാർട്ടിയിലും പ്രസൻസ് ഉണ്ടാക്കിയെടുക്കുക, സ്വാധീനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് അവരുടെ ടെക്നിക്ക്. അങ്ങനെ അവര് ഈ ഞങ്ങൾ കാരണമാണ് നീ ജയിച്ചത് എന്നൊരു ധാരണ ഉണ്ടാക്കി വെക്കുന്നു. കൂടാതെ ഇവനെ വലിയ ബഹുമാനത്തോടെ കൊണ്ടു നടക്കും. ഇത് ഇവനെ അങ്ങ് അടിച്ചമർത്തി ഇവനെ തലകയറി നടക്കുന്നില്ല. വലിയ ബഹുമാനത്തോടെ കൊണ്ടു നടക്കും. പല സ്ഥലങ്ങളിലും ഫംഗ്ഷന് ക്ഷണിക്കും, ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ പോലും ക്ഷണിക്കും, അവാർഡുകൾ നൽകും, ഇങ്ങനെ സുഖിപ്പിച്ചു നിർത്തും. കൂടാതെ ഇവരുടെ ഈ ആളുകളുടെ ഇടയിൽ തന്നെ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റുകളായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ധാരാളം പണവും സ്വാധീനവും വിദേശ ബന്ധങ്ങളും ഒക്കെയുള്ള വലിയ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ. അപ്പൊ ഈ വലിയ ഇൻഡസ്ട്രിയലിസ്റ്റുകൾ അവര് വളരെ പിന്നെ എന്താ പറയാ, മതത്തിന്റെ മൂടുപടമൊന്നുമില്ലാതെ എന്നാൽ മതജീവിതം നയിക്കുന്നവരായിരിക്കും. പക്ഷെ ഒരിക്കലും ഒരു മത തീവ്രവാദിയുടെ രൂപം അവർ ഒരിക്കലും പുറത്ത് കാണിക്കുകയില്ല. മതത്തിന്റെ തീവ്രത പുറത്ത് കാണിക്കില്ല. എല്ലാ ആളുകളുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുന്ന ആളുകൾ, ഒരു സമൂഹത്തിൽ ഏറ്റവും അപ്പർ സ്ട്രാറ്റയിലുള്ള കുറെ ആളുകളുണ്ടാവും. ഇവരുമായി ഈ ഭീകര സംഘടനകൾ ബന്ധമുണ്ടാക്കി വെക്കും. കാരണം അടിസ്ഥാനപരമായി ഈ മനുഷ്യൻ ഒരു മതമൗലികവാദി ആയിരിക്കും. ഈ മതമൗലികവാദി ഒരിക്കലും പുറത്ത് അയാളുടെ മുഖം കാണിക്കില്ല. കാരണം അയാളൊരു ഇൻഡസ്ട്രിയലിസ്റ്റ് ആണ്, ബിസിനസ്സുകാരനാണ്. അപ്പം അയാൾക്ക് അത്തരം ഒരു മുഖം വന്നു കഴിഞ്ഞാൽ അത് അയാളുടെ ബിസിനസ്സിനെ ബാധിക്കും. സ്വാഭാവികമായിട്ട് അയാൾ പുറത്ത് കാണിക്കില്ല. അയാൾ വളരെ ജനറലായിട്ട് വളരെ സെക്യൂർ ആയിട്ടൊരു മനുഷ്യരായിട്ട് പെരുമാറുന്നു. ഈ മനുഷ്യനെ ഉപയോഗിച്ച് ഇത്തരം നേതാക്കന്മാരെ, മറ്റു പാർട്ടികളുടെ നേതാക്കന്മാരെയൊക്കെ ഈ അയാളുടെ അടുത്തേക്ക് ആകർഷിക്കും. കാരണം നേതാക്കന്മാർക്കൊക്കെ പണം ആവശ്യമുണ്ട്, സ്വാധീനം ആവശ്യമുണ്ട്. ഇന്നിപ്പോ ഒരു പാർട്ടിയും പ്രവർത്തിക്കുന്നത് അവരുടെ അംഗങ്ങളുടെ പിരിവെടുത്തിട്ടൊന്നുമല്ല. അവരെവിടുന്നെങ്കിലും ഇൻഡസ്ട്രിയലിസ്റ്റ് കയ്യിൽ നിന്ന് കിട്ടുന്ന കൊട്ടക്കണക്കിനുള്ള പൈസ ഉപയോഗിച്ചിട്ടാണ് ഇലക്ഷൻ കോൺടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ധാരാളമായിട്ട് പണം വാങ്ങിക്കുന്നു. പണത്തിന്റെ കൂടെ അവർ വേറെ ചില സാധനങ്ങൾ കൊടുക്കും. അങ്ങനെ ഹണി ട്രാപ്പിൽ പെടുത്തും. ഹണി ട്രാപ്പിൽ പെടുത്തി കഴിഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കും. ഒരു തരത്തിലും ഊരിപ്പോകാൻ പറ്റാത്ത ഒരു കുടുക്കാണ് ഈ ഹണി ട്രാപ്പ് എന്ന് പറയുന്ന സാധനം. ഇത് വ്യാപകമായി ഇസ്ലാമിക് ടെററിസ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇസ്രായേൽ കണ്ടുപിടിച്ചൊരു സംഗതി. ലോകത്തെമ്പാടും ഇവരിത് ഉപയോഗിക്കുന്നുണ്ട്. ഹണി ട്രാപ്പ് എന്ന് പറയുന്ന സംഗതി. ഹണി ട്രാപ്പ് ഇത് റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പം ഈ സാധാരണ ചാരന്മാരൊക്കെയാണ് ഹണി ട്രാപ്പ് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും വിവരങ്ങളൊക്കെ ചോർത്തിയെടുക്കുന്നത്. അപ്പൊ ഇതിലെ ചാരനെ പിന്നീട് പിടിക്കുമ്പോൾ അവൻ ഹണി ട്രാപ്പിൽ പെട്ടിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തത് എന്നുള്ള ഒരു കാര്യം മനസ്സിലാകുന്നു. അപ്പൊ അത് ഹണി ട്രാപ്പ് എന്ന് പറയുന്നത് ഒരു ട്രാപ്പാണ്. ഇവിടെ അങ്ങനത്തെ സംഗതിയല്ല. ഈ ഹണി ട്രാപ്പിൽ പെട്ടവനെ സംബന്ധിച്ച് അവൻ ഒരു കാലത്ത് സങ്കടം തോന്നാതിരിക്കാൻ വേണ്ടി ആ ഹണി നിരന്തരമായിട്ട് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അത് വ്യത്യസ്തമായ ഹണികൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഹണി ട്രാപ്പിൽ പെട്ടവനെ സംബന്ധിച്ച് അവന് ഒരു കാരണവശാലും ഒരു സങ്കടം തോന്നില്ല. കാരണം അവന് ആവശ്യമുള്ളപ്പോഴൊക്കെ ഈ തേൻ കിട്ടിക്കൊണ്ടിരിക്കും, അവന് പണവും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം അത്തരം രീതിയിലുള്ള ആളുകളെ എല്ലാ തരത്തിലുള്ള പാർട്ടികളിൽ നിന്നും കണ്ടുപിടിച്ച് അവരെ ഇത്തരം കുടുക്കുകളിൽ പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ ഇവര് ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിയേറി പോക്കറ്റുകൾ സൃഷ്ടിച്ച് ആ പോക്കറ്റുകളുടെ വോട്ട് ബലത്തിൽ അവരുടെ ആൾക്കാരെ ജയിപ്പിക്കാൻ പറ്റുമെങ്കിൽ അവരുടെ ആൾക്കാരെ തന്നെ ജയിപ്പിക്കും. അതാണ് ന്യൂയോർക്കിലൊക്കെ നമ്മൾ കണ്ടത്. മംതാനിനെ ജയിപ്പിച്ചത് അവരുടെ ആളിനെ തന്നെ അവർക്ക് ജയിപ്പിക്കാൻ സാധിച്ചു. കാരണം അവിടെ അവർക്ക് 10 ലക്ഷത്തോളം വോട്ടുണ്ട്. ഇപ്പൊ മംതാനിക്ക് ആകെ കിട്ടിയത് ഏകദേശം 10 ലക്ഷത്തി ചില്ലുവാനും വോട്ടുകളാണ്. കാരണം അവിടെ പോൾ ചെയ്യപ്പെട്ട വോട്ടുകൾ എന്ന് പറയുന്നത് 20 ലക്ഷത്തിൽ താഴെ വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത്. അതിൽ 51% ആണ് മംതാനി നേടിയത്. ഈ മംതാനി നേടിയതിന്റെ 99% വോട്ട് മുസ്ലിങ്ങളുടെ വോട്ട് തന്നെയാണ്. കാരണം അവിടെ മുസ്ലിങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്യിക്കാൻ അവർ സാധിച്ചു.
ഏകദേശം 40 ലക്ഷം വോട്ടുള്ള ആ സ്ഥലത്ത് ബാക്കിയുള്ള ആളുകളൊന്നും വോട്ട് ചെയ്യാൻ പോയില്ല എന്നുള്ളതാണ്. അത് 50% 60% ആളുകൾ വോട്ട് ചെയ്തിട്ടുള്ളൂ, ബാക്കിയുള്ളവർ വോട്ട് ചെയ്യാൻ പോയില്ല. അതിന്റെ ബലത്തിൽ ഇവരെല്ലാവരും പോയിട്ട് വോട്ട് ചെയ്തു, അങ്ങനെ ജയിപ്പിച്ചെടുത്തു. അങ്ങനെ ജയിപ്പിച്ചെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അവർ അവരുടെ ആളുകളെ മാത്രമേ ജയിപ്പിക്കുള്ളൂ. അങ്ങനെ ജയിപ്പിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലാണ് ഇത്തരം ആളുകളെ ഇവർ ജയിപ്പിക്കുക. ഇത് ഇവർ പലപ്പോഴും സപ്പോർട്ട് കൊടുക്കുന്നത് ഏതെങ്കിലും കുറ്റിച്ചൂലിനൊന്നുമല്ല കൊടുക്കുന്നത്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസിനാണ്. അതാത് പാർട്ടികളിൽ വലിയ സ്വാധീനമുള്ള പൊളിറ്റീഷ്യൻസിനാണ് കഴിയുന്നത്ര ഇവരെ ഇത്തരം സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കുക. കാരണം അവരെ പെടുത്തിയാലേ ഇവർക്ക് ആ പാർട്ടിയെ മൊത്തമായിട്ട് ഹൈജാക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പം ആ പാർട്ടികളെ ഇവർ മൊത്തമായിട്ട് ഹൈജാക്ക് ചെയ്തെടുക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ട രീതിയിൽ ഈ ആളുകളെ ഉപയോഗിക്കുകയും ചെയ്യും. ഈ ഒരു വാസ്തവത്തിൽ ഈ ആദ്യം പറഞ്ഞ വളരെ ന്യൂട്രലായിട്ട് ഡെമോക്രാറ്റിക് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടന ഇവർക്കുണ്ടാവും. അത് മുസ്ലിങ്ങളുടേത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ സംഘടന ഉണ്ടാവും. ആ രാഷ്ട്രീയ സംഘടനയിലുള്ള ആളുകളെ കഴിഞ്ഞ് കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ളത് ഇത്തരം ആളുകളാണ്. കാരണം ഇവരെ എന്തെങ്കിലും പ്രത്യേക ഫേവറുകൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ അത് ഔട്ട് ഓഫ് ഡെമോക്രസി എന്നാണ് റീഡ് ചെയ്യപ്പെടുക. കാരണം ഇവർ ഡെമോക്രാറ്റിക് സംഘടനയുടെ ഭാഗമാണ്, അല്ല ജാതിയുടെ ഭാഗമല്ല, മതത്തിന്റെ ഭാഗമല്ല, ഇവർക്ക് ഇസ്ലാമുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അപ്പൊ ഇസ്ലാമിന് എന്തെങ്കിലും ഫേവർ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ മദ്രസാധ്യാപകർക്ക് പെൻഷൻ കൊടുക്കുന്നത് പോലെ, അല്ല മദ്രസാധ്യാപകർക്ക് ഗവൺമെന്റ് കാശ് എടുത്ത് കൊടുക്കുന്നത് പോലെ, മദ്രസകൾക്ക് ഗവൺമെന്റ് ഫണ്ട് അനുവദിച്ചു കൊടുക്കുന്നത് പോലെ, സ്കോളർഷിപ്പുകൾ ഒരു പ്രത്യേക സംഘത്തിന് അനുവദിച്ചു കൊടുക്കുന്നത് പോലെ, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ഇത് ഈ മുസ്ലിങ്ങളുടേതായ ഒരു സംഘടന അല്ല അത് ചെയ്യുന്നത് എന്ന് വരുമ്പം അതിനൊരു ഡെമോക്രാറ്റിക് ലുക്ക് വരും. ഇവരെ എന്തോ തരത്തിലുള്ള ഒരു സഹതാപ ന്യൂനപക്ഷത്തിന് എന്തോ ചെയ്തു കൊടുക്കുകയാണ് എന്നുള്ള മട്ടിൽ ഇതേ കാര്യമാണ് യൂറോപ്പിൽ സംഭവിക്കുന്നത്. ന്യൂനപക്ഷം എന്തോ ഒരു കാര്യം ചെയ്തു കൊടുക്കുകയാണ് എന്ന മട്ടിൽ അത് റീഡ് ചെയ്യപ്പെടും. അപ്പം അവരുടെ സംഘടന പിടിച്ചുപറിച്ചു എന്നുള്ള ഒരു തോന്നലുണ്ടാക്കാതെ ഇത്തരം ആളുകളെ ഹൈജാക്ക് ചെയ്തെടുത്തുകൊണ്ട് ഇത്തരം സംഘടനകളിൽ നിന്ന് ഫേവറുകൾ പറ്റുക എന്നുള്ളതാണ് എല്ലായിടത്തും ഇവർ ചെയ്യുന്ന ടെക്നിക്ക് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇത് യൂറോപ്പിൽ വ്യാപകമായി ഇവര് ഉപയോഗിച്ചിട്ടുണ്ടെന്നും അങ്ങനെ കുടുക്കപ്പെട്ട നേതാക്കന്മാരാണ്, അങ്ങനെ കൊടുക്കപ്പെട്ട പാർട്ടികളിലെ വലിയ നേതാക്കന്മാരാണ് ഈ പാലസ്തീൻ അംഗീകാരത്തിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ഒച്ച വെച്ചതെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് രാജ്യങ്ങളുടെ പേരോ നേതാക്കന്മാരുടെ പേരോ അവർ എടുത്തു പറഞ്ഞിട്ടില്ല. കാരണം സ്വാഭാവികമായിട്ട് ഹർട്ടിങ് ആവും, ആളുകളെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മുറിവേൽക്കും. അപ്പൊ അതുകൊണ്ട് ആളുകളെ പറയാതെ ഈ ജനറലായിട്ട് ഇവർ പറയുന്ന ഇതിനകത്ത് ഈ പാലസ്തീനു വേണ്ടി നിലവിളിച്ച ഒരു രാജ്യത്തെ നേതാക്കന്മാർ പോലും ഈ ട്രാപ്പിൽ പെടാത്തവരില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ മുതലാളിമാർ എന്ന് പറയുന്ന കാറ്റഗറി, അതായത് ഈ പൊളിറ്റീഷ്യൻസുമായിട്ട് നല്ല ബന്ധം സൂക്ഷിക്കുന്ന വലിയ ഹൈ പ്രൊഫൈലുള്ള മുതലാളിമാർ എന്ന് പറയുന്നവര് അവർ രണ്ട് കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്ന്, ഈ രാഷ്ട്രീയക്കാരെ ഇങ്ങനെ പിടിച്ചു വലിച്ചു ഇങ്ങനെ ആകർഷിച്ചു കൊണ്ടുവന്ന് ഇത്തരം ട്രാപ്പുകളിൽ പെടുത്തി അതിന്റെ റെക്കോർഡുകൾ സൂക്ഷിക്കുന്നത്. രണ്ട്, പണം കൈകാര്യം ചെയ്തതിന് ഈ വിദേശ രാജ്യങ്ങളിൽ ഇതിന്റെ മുഴുവൻ സോഴ്സ് പെട്രോ ഡോളേഴ്സ് തന്നെയാണ്. ഈ പെട്രോളിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഖത്തർ പോലത്തെ, സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങളിൽ നിന്നാണ് ഈ പണം മുഴുവൻ വരുന്നത്. ഈ പണം അത്തരം രാജ്യങ്ങളിൽ നിന്ന് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള രീതികളിൽ കൊണ്ടുവരണമെങ്കിൽ ഇത്തരം വ്യവസായികൾക്ക്, ബിസിനസ്സുകാർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ ഒരു കുഴൽപ്പണം എന്ന് പറഞ്ഞുകൊണ്ട് ടെററിസത്തിന്റെ ഭാഗമായി സ്വർണമായിട്ട് ഓരോ സ്ഥലത്ത് കുത്തിക്കയറ്റി കൊണ്ടുവരുന്നത്, ലഹരിയായിട്ട് കുത്തിക്കയറ്റി കൊണ്ടുവരുന്നത്, ഇനി കുഴൽപ്പണമാണെന്നും പറഞ്ഞ് കപ്പലിലും മറ്റു സാധനങ്ങളും പൊക്കിക്കൊണ്ടുവരുന്നത്, ഇതൊന്നും കൂടാതെ ലെജിറ്റിമേറ്റ് ട്രാക്കിൽ വലിയ എമൗണ്ട് ഓഫ് മണി ഇത്തരം ആളുകൾ ട്രാൻസ്ഫർ ചെയ്ത് കൊണ്ടുവന്ന് ഇത് ഒരുതരം ഭീകരപ്രവർത്തനമാണ്. ഒരു സമൂഹത്തെ ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഭീകരപ്രവർത്തനം. ആ ഭീകരപ്രവർത്തനത്തിന് വേണ്ടി വ്യാപകമായ തോതിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ് ഈ ഹീബ്രു മീഡിയ ഇഷ്ടം പോലെ അവരുടെ ധാരാളം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അവർ കണ്ടുപിടിച്ച കാര്യമായിട്ട് അവർ പറയുന്നത്. കൂടാതെ ഇവരുടെ സമൂഹം ഇപ്പം അഫ്ഗാനിസ്ഥാനിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ പറയേണ്ട കാര്യമില്ല. പക്ഷെ അഫ്ഗാനിസ്ഥാനിനെ പോലെ ഒരു കാര്യം ഒരു ഡെമോക്രാറ്റിക് രാജ്യത്ത് നിങ്ങൾക്ക് ചെയ്യാനാവില്ല. സ്ത്രീകളെ മുഴുവൻ പറതിയിടിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇവർ പറതിടുന്നത് വലിയൊരു മഹാത്മ്യമാണ് എന്ന് അവരുടെ സ്ത്രീ സമൂഹത്തിന് മുൻപ് പറഞ്ഞു വയ്ക്കും. കാരണം ഇവരുടെ മതം അനുശാസിക്കുന്ന കാര്യങ്ങൾ അത് എപ്പോഴും സ്ത്രീകളുടെ തലയിൽ അടിച്ചു കയറ്റുക എന്നുള്ളതാണ് പ്രധാന പരിപാടി. സ്ത്രീകളെ ചവിട്ടി ഒതുക്കി നിർത്തുക എന്നുള്ളതാണ് ഈ ശരീരത്തിന്റെ ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്. അപ്പോൾ സ്ത്രീകളെ സ്വാതന്ത്ര്യം പ്രാപിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ പരിപാടികൾ ഒന്നും നടക്കില്ല, ഈ സംഗതി മുഴുവൻ പൊളിഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് സ്ത്രീകളെ ചവിട്ടി ഒതുക്കി നിർത്താൻ ഒന്നാമത്തെ ടെക്നിക്കായിട്ട് അവർ ഉപയോഗിക്കുന്നത് ഈ പർദ്ദ എന്ന് പറയുന്ന സാധനമാണ്. അപ്പൊ ആ സംഗതി ഒരു വലിയ റിക്വയർമെന്റായി, അല്ലെങ്കിൽ സ്വർഗത്തിന് വലിയ മൂല്യമുള്ളൊരു സംഗതിയായി, അല്ലെങ്കിൽ അവരുടെ അള്ളാഹുവിന്റെ മുൻപിൽ വലിയ മൂല്യമുള്ള സംഗതിയായി അവതരിപ്പിക്കുക എന്നുള്ളത് ഇവർ സ്ഥിരം ലോകത്തിലെ എല്ലാ സ്ഥലത്തും ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ അതിന്റെ ഭാഗമായി ഈ പർദ്ദ അല്ലെങ്കിൽ ഈ ശിരോവസ്ത്രം അണിയാൻ അനുവദിച്ചില്ല, ഇമാതിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്നത് പോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ മനുഷ്യാവകാശം എന്നൊക്കെ പറഞ്ഞാണ്ട് വലിയ ആനയാണെന്ന് പറഞ്ഞ് നടക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചൊന്നും റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവര് അതിന്റെ അടിയിലുള്ള പാരകൾ തിരിച്ചറിയാതെ ഇതിനു മുൻപ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു പരിധിവരെ ഇതിന് വഴങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇത് ഇങ്ങനത്തെ വലിയൊരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ വലിയൊരു കളിയുടെ ഭാഗമാണ് എന്നുള്ളത്.
അപ്പൊ അവരുടെ സ്ത്രീകളുടെ മനസ്സിൽ ഈ പർദ്ദയില്ലാതെ അല്ലെങ്കിൽ ഈ ശിരോവസ്ത്രമില്ലാതെ തല പുറത്ത് കാണിച്ച വലിയ പാപമാണ് എന്ന് അവരുടെ സ്ത്രീകളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് പ്രധാനമായിട്ടും ഇവര് ഈ ശിരോവസ്ത്രത്തിനൊക്കെ വേണ്ടി തല്ലുകൂടുന്നത്. അല്ലാതെ നമ്മളോട് വഴക്കുണ്ടാക്കുന്നതിനേക്കാൾ ഏറെ അവരുടെ ലക്ഷ്യം അവരുടെ സ്ത്രീകളാണ്. അവരുടെ സ്ത്രീകളെ ഇത് എന്തോ ഒരു വലിയ കാര്യമാണ്, ഇതില്ലാതെ നടന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ നരകത്തിൽ പോകും എന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പുരുഷന്മാർക്ക് തൊപ്പി വെക്കണം എന്നുള്ള കാര്യത്തിൽ ഇവരൊരിടത്തും വാശി പിടിക്കുന്നില്ലല്ലോ. അല്ലെങ്കിൽ പുരുഷന്മാർ മേലത്തെ മീശയും അടിച്ചു കണ്ട് താഴത്തെ താടി മാത്രം വെച്ച് നടക്കണം എന്നുള്ള കാര്യത്തിൽ വാശി പിടിക്കുന്നില്ലല്ലോ. ഇവരെ സംബന്ധിച്ച് പ്രധാനമായിട്ടും ഇവർക്ക് വാശിയുള്ളത് ഈ സ്ത്രീകളെ ഇത്തരം വേഷങ്ങൾ, ഇത്തരം സിംബൽസ് കൊണ്ടുവന്ന് സ്ത്രീകളെ അടിമകളാക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇത് ഇവരെ എല്ലാ സ്ഥലത്തും ചെയ്യുന്ന സംഗതിയാണ് എന്നാണ് ഈ ഹീബ്രു ലേഖനത്തിൽ, ഈ ഹീബ്രു മാഗസിനിലെ ലേഖനത്തിനകത്ത് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് ആത്യന്തികമായിട്ട് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ഈ സാധനം ഇതിനെ വളർത്താൻ വേണ്ടി എല്ലാ രാജ്യത്തും ചെയ്യുന്നത് പോലെ ഒരു ജനസംഖ്യയിലെ നമ്പർ കൂട്ടാൻ വേണ്ടി ശ്രമിക്കും. അതിന് അവരുടെ നാച്ചുറൽ ആയിട്ടുള്ള വേ ഒരു ഉപയോഗിക്കും, രണ്ടാമത് കുടിയേറ്റവും ഉപയോഗിക്കും. അപ്പൊ കുടിയേറ്റം ധാരാളമായിട്ട്, കുടിയേറ്റം എങ്ങനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുമോ, ഒരുത്തൻ എത്തിക്കഴിഞ്ഞാൽ പരമാവധി വിവിധ രാജ്യങ്ങളിൽ ആ പ്രദേശത്തെ അത്തരം ആളുകളെ കൊണ്ടുവരുവാനും അവരെ ഒന്നിച്ച് താമസിപ്പിക്കുവാനും, അങ്ങനെ ഒന്നിച്ച് താമസിപ്പിച്ച് ഒരു സമൂഹം അവിടെ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് ഓരോ ആളുകളെ മറ്റു ഭാഗങ്ങളിൽ കൊണ്ട് പ്ലാൻ ചെയ്ത് അങ്ങനെ ഇവരുടെ ഓരോ വോട്ട് പോക്കറ്റുകൾ ഉണ്ടാക്കി നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ടറേറ്റിനെ സ്വാധീനിക്കുവാനും അങ്ങനെ ഇലക്ഷനെ സ്വാധീനിക്കുവാനും അങ്ങനെ ഗവൺമെന്റിന്റെ കഴുത്ത് പിടിച്ചു നിൽക്കുവാനുമുള്ള ടെക്നിക്ക് എല്ലാ സ്ഥലത്തും ഇവർ അപ്ലൈ ചെയ്യുന്നുണ്ടെന്നാണ് ഈ മാഗസിനിൽ വന്ന ലേഖനം സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ പറയുന്ന കാര്യം അതേ എക്സാക്ട്ലി നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ ഓട്ടോറിക്ഷ തൊഴിലാളികളൊക്കെ ആയിട്ട് ഇവർ ഇത്തരം ആളുകളെ ഓരോ സ്ഥലങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പം പെരുമ്പാവൂര് അടക്കമുള്ള സ്ഥലങ്ങൾ ഇവിടെ ഏകദേശം 25 മുതൽ 30 ലക്ഷം വരെ പുറമെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികളുണ്ട്. അതിൽ ബഹുഭൂരിഭാഗവും 90% മുസ്ലിങ്ങളാണ്. ഇവരുടെ ഫസ്റ്റ് ജനറേഷൻ കഴിഞ്ഞാൽ സെക്കൻഡ് ജനറേഷൻ അവർ മലയാളികളാണ്. അപ്പൊ അവര് പിന്നെ ഒരു 30 ലക്ഷം അന്യദേശ തൊഴിലാളികൾ വന്നിട്ടുണ്ടെങ്കിൽ അവന്റെ മക്കളായിട്ട് വരാൻ പോകുന്നത് 90 ലക്ഷം ആളുകളാണ്. ഈ 90 ലക്ഷം ആളുകൾ 90 ലക്ഷം മലയാളികളാണ്. അവർ ഈ സമൂഹത്തിന്റെ ഭാഗമായി തീരും. എത്ര പെട്ടെന്നായിരിക്കും ഇവിടുത്തെ നമ്മുടെ സമൂഹത്തിലെ ആ ബാലൻസ് മാറിപ്പോകും നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രത്യേക വിഭാഗം വളരെ പെട്ടെന്ന് വളർന്നു വന്ന് സമൂഹത്തെ എത്ര വേഗം വിഴുങ്ങിക്കളയുമെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇത് ഇത്തരം പൊളിറ്റിക്കൽ അജണ്ടകളിലൂടെ അതിനെ ഇസ്ലാമികവൽക്കരിച്ച് അവസാനം പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആത്യന്തിക ലക്ഷ്യമായി ശരിയ നിയമം കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ സമൂഹത്തിന്റെ ലക്ഷ്യമെന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ ഇത് നമ്മുടെ നാട്ടില് മറ്റു രാജ്യങ്ങളിൽ, പുറത്തുള്ള രാജ്യങ്ങളിൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. ഇത് നമ്മുടെ നാട്ടിലും വളരെ ഭംഗിയായി നടക്കുന്നുണ്ട് എന്നുള്ളതും ഇലക്ഷനുകളെ സ്വാധീനിക്കാനുള്ള വലിയ ശ്രമം ഇടതുപക്ഷത്തും വലതുപക്ഷത്തും നുഴഞ്ഞു കയറി ഇവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വോട്ട് എന്ന് പറയുന്നത് മാത്രമാണ് ഒരു വോട്ടറുടെ കയ്യിലുള്ള സാധനം. വേറെ ഒരു സാധനവും ഒരാളുടെ കയ്യിലില്ല. അപ്പൊ നമ്മൾ വോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് അത് സുഹൃത്തിന് കൊടുക്കാനുള്ള സാധനമല്ല, അത് ബന്ധുവിന് കൊടുക്കാനുള്ള സാധനമല്ല. അത് നമ്മൾ ആർക്ക് നൽകുന്നുവോ അവരാണ് നാളെ ഈ രാജ്യം എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് എന്ന് നമ്മൾ വളരെ ബുദ്ധിയോടെ മനസ്സിലാക്കണം. നമ്മളുടെ സുഹൃത്തിന് വേണ്ടി, അല്ല നമ്മൾ ചിരിച്ചു കാണിക്കുന്ന ആൾക്ക് വേണ്ടി, അയലോകത്തുള്ള ആൾക്ക് വേണ്ടി, അല്ല നമ്മുടെ മതത്തിൽപ്പെട്ട ആൾക്ക് വേണ്ടി ഒക്കെ നമ്മൾ വോട്ട് നൽകുമ്പോൾ ഈ വോട്ട്, അല്ലെങ്കിൽ നമ്മൾ പരമ്പരാഗതമായി വോട്ട് ചെയ്ത വോട്ട് നൽകുമ്പോൾ നാളെ ഇവരുടെ പൊളിറ്റിക്കൽ അജണ്ട എന്താണ്? ഈ പൊളിറ്റിക്കൽ അജണ്ടയാണ് ആത്യന്തികമായി ഇവർ നടപ്പാക്കുക, അല്ലാണ്ട് നമ്മളോടുള്ള സൗഹൃദം അല്ല അവർ നടപ്പാക്കുക. അപ്പൊ ആ പൊളിറ്റിക്കൽ അജണ്ട എന്താണ് എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് വോട്ട് കുത്തേണ്ടത്. കാരണം നമ്മുടെ ആകെ ഉള്ളത് വോട്ട് മാത്രമാണ്. വോട്ട് കൊടുക്കേണ്ടത് പൊളിറ്റിക്കൽ അജണ്ടയ്ക്കാണ്. എന്താണ് പൊളിറ്റിക്കൽ അജണ്ട എന്ന് നോക്കി പൊളിറ്റിക്കൽ പാർട്ടിക്ക് വോട്ട് കുത്തുക. കാരണം ഡെമോക്രസിയിൽ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക്, ഭൂരിപക്ഷം കിട്ടുന്ന പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. അല്ലാത്തവർ ഒന്നും ചെയ്യാനില്ല. മറ്റവന് പ്രതിപക്ഷത്തിരുന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുക, അല്ലാതെ ഒന്നും ചെയ്യാനില്ല. അധികാരം കിട്ടുന്നവനാണ് കാര്യങ്ങൾ തീരുമാനിക്കുക, നടപ്പാക്കുക. അവന്റെ പോളിസി എന്താണ്? അത് മാത്രമാണ് പ്രധാനപ്പെട്ട വിഷയം എന്ന് തിരിച്ചറിയുക. ഇത് തിരിച്ചറിയാതെ പോയത് കൊണ്ടാണ് യൂറോപ്പിലെ ചില രാജ്യങ്ങൾക്ക് ഇന്ന് ഞണ്ട് കഴുത്തൽ ഇറുക്കിയ പോലെ പൊളിറ്റിക്കൽ ഇസ്ലാം കയറിയിരുന്ന് ഇറുക്കിക്കൊണ്ടിരിക്കുന്നതെന്നും തിരിച്ചറിയുക. ഇതാണ് ഹീബ്രു മീഡിയയിൽ വന്ന ആ ലേഖനത്തിന്റെ അടിസ്ഥാനപരമായ ആശയമെന്ന് മനസ്സിലാക്കുക.